സോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ലൈക്ക് ബികോം ഗ്രാജുവേറ്റ്സ്. അവരുടെ പഠിത്തം കഴിഞ്ഞിട്ട് ലൈക്ക് അവരൊരു ജോബിനോട്ട് നോക്കുമ്പം അവരൊത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി. ആൻഡ് ഈവൻ ഇഫ് ദേ ഗെറ്റ് പ്ലേസ്ഡ് അവർക്കൊരു മിനിമം ഒരു ലോ ഇൻകമാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് നമ്മുടെ EME ഹിസ്റ്ററി വെച്ച് നോക്കുമ്പം അതല്ല അതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണ് പോസിബിൾ ആയത്? അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ EME സ്ട്രോങ് ഇൻഡസ്ട്രി കൊളാബറേഷനാണ്. നമ്മൾ ഇവിടെ ഹയറിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ കമ്പനീസ് ആയിട്ടുള്ള കാപ്ജെമിനി, ആക്സെഞ്ചർ, വിപ്രോ, TCS, LTI, മൈൻട്രി അങ്ങനെയുള്ള കമ്പനീസാണ്. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയാം. അവരായിട്ട് ക്ലോസ് കണക്ഷൻസ് ഉള്ള കാരണം അവരായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് അവരുടെ റിക്വയർമെൻറ്റ്സ് അവരുടെ ഒരു ജോലിയിൽ ഓൺ ദ ജോബ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് ഡേ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കിൽസ്, സർട്ടിഫിക്കേഷൻസ്, കമ്മ്യൂണിക്കേഷൻ, കോൺഫിഡൻസ് ഇതെല്ലാമാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ട ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ അതോ എന്താണ് ഡ്രസ്സിങ് ആണെങ്കിലോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലോ എല്ലാ കാര്യവും കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് പറയാനുള്ളത്, ഈ ബികോം ഗ്രാജുവേറ്റ്സിന് ലോ സാലറി കിട്ടുന്നതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവിടെയുള്ള ചെറിയ കമ്പനികളിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഒരു ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി 1 crore അടിയിലായിരിക്കും. പക്ഷേ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇവർ മൾട്ടി-ബില്യൺ ആയിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ കമ്പനി കസ്റ്റമേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൊജക്റ്റുകൾ ഹൈ വാല്യൂ പ്രൊജക്റ്റ് ആയതുകൊണ്ടും നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഹൈലി സ്കിൽഡ് ആയതുകൊണ്ടും ഇത് ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു ജോബും ഹൈ പേയിങ് കരിയറുമാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ ജോബിൽ കിട്ടുന്ന സാലറി മാത്രമല്ല, ഇവർക്ക് ഒരു 5 to 10 yearsൽ ഓൾമോസ്റ്റ് 10 times വരെ സാലറി 5 yearsൽ ഇമ്പ്രൂവ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് ബേസിക്കലി അവർ ഈ ജോലിയിൽ എൻഡ് ടു എൻഡ് കാര്യങ്ങൾ ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുക, ഓണർഷിപ്പ് എടുക്കുക. പിന്നെ അടുത്തതായിട്ട് അവർ പുതിയ നിഷ ഏരിയാസിൽ സർട്ടിഫിക്കേഷൻ എടുക്കുക. ഇപ്പോൾ FIയിൽ സർട്ടിഫൈ ചെയ്ത് കയറുന്ന ആൾക്ക് അടുത്തത് തന്നെ ഫിനാൻസിൻ്റെ നെക്സ്റ്റ് ലെവലായിട്ട് കൺട്രോളിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഫിനാൻസ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ്. അപ്പോൾ ഇൻ്റർ മൊഡ്യൂൾ ആയിട്ട് ഉള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ മൾട്ടി ഡൊമൈൻ എക്സ്പെർട്ടീസ് കിട്ടുകയും കൂടുതൽ സാലറി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ഹൈ പേയിങ് കരിയറാണ് ഒരു ബികോം ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടി നോക്കുന്നതെങ്കിൽ SAP is the right choice.